നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈദരാബാദ്, ചെന്നൈ, അമരാവതി, ബാംഗ്ലൂർ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ നഗരങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ കണക്ടിവിറ്റി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രബാബു നായിഡു. ഹൈദരാബാദിലെ രണ്ട് പ്രമുഖ മലയാളി കൂട്ടായ്മകളായ രാമന്തപൂർ കേരള ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷനും കുക്കട്പള്ളി നവോദയ മലയാളീസ് കൾച്ചറൽ അസോസിയേഷനും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ 21 നടത്തുന്നു. കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന പ്രവാസി മലയാളികൾക്കായി നോർക്ക ഏർപ്പെടുത്തുന്ന നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 മുതൽ. ഹൈദരാബാദിലെ വിവിധ മലയാളി കൂട്ടായ്മകൾ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടും ഓണസദ്യയോടും കൂടി ആഗസ്റ്റ് മാസത്തിൽ ആഘോഷിച്ചു. കൊച്ചിയെ ലക്ഷദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ഉടൻ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ നിയന്ത്രണത്തിൽ സ്പൈസ് ജെറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ സ്പൈസ് ഷട്ടിലായിരിക്കും സർവീസ് നടത്തുക. ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 6 വരെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ആകാശത്ത് ഓണസദ്യ ഒരുക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓണത്തിന് സദ്യ ഒരുക്കാൻ കുടുംബശ്രീയും. വാഴയിലയും പായസം ഉൾപ്പെടെ 20ഓളം വിഭവങ്ങളുമാണ് കുടുംബശ്രീ വനിതകൾ തയ്യാറാക്കുന്നത്. വിമാനത്തിലെത്തുന്നവരും അല്ലാത്തവരുമായ ഭക്തർക്കായി ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള RGIA ക്രോസ് റോഡ്സിൽ നിന്ന് 20 മിനിറ്റ് വ്യത്യാസത്തിൽ ശ്രീശൈലത്തേക്ക് ബസ് സർവീസ് ആരംഭിച്ചു. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഒക്ടോബർ 27-നും നവംബർ 26-നും ഇടയിൽ 18 ട്രെയിനുകൾ നഗരത്തിലെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. 1623 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി തെലങ്കാന മെഡിക്കൽ ഹെൽത്ത് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ്. വാർത്തകൾ വിശദമായി. ഹൈദരാബാദ്, ചെന്നൈ, അമരാവതി, ബാംഗ്ലൂർ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ നഗരങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ കണക്ടിവിറ്റി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ ചന്ദ്രബാബു നായിഡു. ഇന്ത്യ ഭക്ഷ്യോൽപാദന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. 5 കോടിയിലധികം ജനസംഖ്യയുള്ളതും ലോകത്തിലെ ഏറ്റവും വിപണിയുള്ളതുമായ ഈ 4 നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ബുള്ളറ്റ് ട്രെയിൻ സർവീസ് പദ്ധതിയുടെ സർവേയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിനിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ റോഡ് വേകൾ വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈദരാബാദിലെ രണ്ട് പ്രമുഖ മലയാളി കൂട്ടായ്മകളായ രാമന്തപൂർ കേരള ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷനും കുക്കട്പള്ളി നവോദയ മലയാളീസ് കൾച്ചറൽ അസോസിയേഷനും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ 21 നടത്തുന്നു. ശ്രീ അജയ് കല്ലായിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൈം ജോക്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും കോമഡി ഷോയും മറ്റ് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഓണസദ്യയിൽ പങ്കുചേരുന്നതിനും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ഉച്ചയ്ക്ക് 3 മണി മുതൽ പൂക്കളമൊരുക്കൽ, മ്യൂസിക്കൽ ചെയർ, വടംവലി, ഉറിയടി, സുന്ദരിക്ക് പൊട്ടുതൊടൽ പോലുള്ള മത്സര പരിപാടികൾ സംഘടിപ്പിക്കും. 5 മണിക്ക് മുഖ്യ അതിഥിയായി എത്തുന്ന ബഹുമാനപ്പെട്ട കുക്കട്പള്ളി MLA ശ്രീ M കൃഷ്ണറാവു, വിശിഷ്ടാതിഥികളായി എത്തുന്ന ബഹുമാനപ്പെട്ട ശ്രീമതി പ്രിയങ്ക വർഗീസ് IFS, ബഹുമാനപ്പെട്ട കുക്കട്പള്ളി കോർപ്പറേറ്റർ മിസ്റ്റർ ജൂപ്പള്ളി സത്യനാരായണ റാവു, മറ്റു പ്രമുഖ വ്യക്തികളായ മിസ്റ്റർ പവീൻ കുമാർ, മിസ്റ്റർ കണ്ണാട്ട് സുരേന്ദ്രൻ, മിസ്റ്റർ ശ്രീനിവാസ് മതിലകം, മിസ്റ്റർ ബെൻഡി രമേശ് എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. 7 മണിയോടെ ഓണാഘോഷ പരിപാടിയിലെ മുഖ്യ ഇനമായ കോഴിക്കോട് ടൈം ജോക്സ് അവതരിപ്പിക്കുന്ന ഓർക്കസ്ട്രയും കോമഡി സ്കിറ്റും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരിക്കും. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു.
കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന പ്രവാസി മലയാളികൾക്കായി നോർക്ക ഏർപ്പെടുത്തുന്ന നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 മുതൽ. പദ്ധതിയിൽ അംഗമാകുന്ന പ്രവാസികൾക്ക് ഇന്ത്യയിലെ 10,000-ഓളം ആശുപത്രികളിൽ ചികിത്സ നേടാനാകും. കേരളത്തിൽ മാത്രം 410 ആശുപത്രികൾ ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകും. നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ സെപ്റ്റംബർ 22-നാണ് തുടങ്ങുക. വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപയും അപകടമരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് GST ഉൾപ്പെടെ 13,275 രൂപയാണ് വാർഷിക പ്രീമിയം. അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും 4,130 രൂപ വീതം നൽകണം. വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ 7,965 രൂപ നൽകിയാൽ മതിയാകും. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഹൈദരാബാദിലെ വിവിധ മലയാളി കൂട്ടായ്മകൾ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടും ഓണസദ്യയോടും കൂടി ആഗസ്റ്റ് മാസത്തിൽ ആഘോഷിച്ചു. സംഗമം കലാ സാംസ്കാരിക കേന്ദ്രയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ പൊന്നോണ സംഗമം 2025 ഓഗസ്റ്റ് 24-ന് ചക്രിപുരം സിരി ഗാർഡനിൽ വെച്ച് നടത്തപ്പെട്ടു. സംഗമം ടീം അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികളും മാവേലി മന്നന്റെ വരവേൽപ്പും ഓണസദ്യയും പരിപാടിയെ ഗംഭീരമാക്കി. ഇടക്കൊച്ചി സലിംകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗം സ്വർഗത്തിൽ നിന്നൊരു വാട്സാപ്പ് സദസ് നന്നായി ആസ്വദിച്ചു. മെട്ടുകുട കൈരളി സമാജം CTRMAയുമായി സഹകരിച്ച് ഈ വർഷത്തെ ഓണാഘോഷം ഹൈദരാബാദ് രാജ്ഭവനടുത്തുള്ള സംസ്കൃതി ഭവനിൽ വെച്ച് ആഗസ്റ്റ് 17-ന് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തെലങ്കാന ഗവർണർ ശ്രീ ജിഷ്ണുദേവ് വർമ്മയ്ക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിനാൽ മലയാളികൾക്കായുള്ള ഓണസന്ദേശം ഓൺലൈനായി പ്രസാരണം ചെയ്തു. കലാ സാംസ്കാരിക പരിപാടികളിലും ഓണസദ്യയിലും പങ്കെടുക്കാൻ ഇരട്ടനഗരത്തിൽ നിന്നുള്ള അനേകം കുടുംബങ്ങൾ സംസ്കൃതി ഭവനിൽ ഒത്തുകൂടിയിരുന്നു. എയ്മയുടെ അംഗസംഘടനയായ പട്ടാഞ്ചേരി രാമചന്ദ്രപുരം SNDP യോഗത്തിന്റെയും SNSEAയുടെയും ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി പട്ടാഞ്ചേരി ശ്രീ ബാലാജി ഹാളിൽ വെച്ച് ആഗസ്റ്റ് 24-ന് സംഘടിപ്പിച്ചു. എയ്മ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ മുഖ്യാതിഥിയും എയ്മ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് വിശിഷ്ടാതിഥിയും ആയിരുന്നു. കൂടാതെ മറ്റു നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയിലും കലാ സാംസ്കാരിക പരിപാടികളിലും 100 കണക്കിന് മലയാളി കുടുംബങ്ങൾ പങ്കെടുത്തു. കൊച്ചിയെ ലക്ഷദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ഉടൻ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ നിയന്ത്രണത്തിൽ സ്പൈസ് ജെറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ സ്പൈസ് ഷട്ടിലായിരിക്കും സർവീസ് നടത്തുക.
പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ടിയാണ് ഈ സേവനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 45 മിനിറ്റ് യാത്രയ്ക്ക് ഏകദേശം 60,000 രൂപ ചെലവാകുന്ന നിലവിലുള്ള ഹെലികോപ്റ്റർ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി സീപ്ലെയിൻ കൂടുതൽ താങ്ങാനാവുന്ന ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു. ഉഡാൻ പദ്ധതി പ്രകാരം 12,000 രൂപ നിരക്കും 2,000 മുതൽ 4,000 രൂപ സബ്സിഡിയും പ്രതീക്ഷിക്കുന്നതിനാൽ സാധാരണ യാത്രക്കാർക്ക് നേട്ടമുണ്ടാകും. പ്രാരംഭഘട്ടത്തിൽ കൊച്ചി ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ പുരോഗമിക്കുന്നതെങ്കിലും ഇടുക്കി അണക്കെട്ട്, വയനാട് തടാകം ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നിർദ്ദേശിക്കപ്പെട്ട 4 സ്ഥലങ്ങൾ സീപ്ലെയിൻ സർവീസുകൾക്കായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 6 വരെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ആകാശത്ത് ഓണസദ്യ ഒരുക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും യാത്ര പുറപ്പെടുന്നതിന് 18 മണിക്കൂർ മുൻപ് വരെ 500 രൂപയ്ക്ക് ഓണസദ്യ ഓർഡർ ചെയ്യാം. മംഗലാപുരത്തു നിന്നുള്ള യാത്രക്കാർക്കും ഈ സൗകര്യം ലഭ്യമാണ്. വാഴയിലയിൽ മട്ടയരിയുടെ ചോറ്, നെയ്യ്, പരിപ്പ്, തോരൻ, എരിശ്ശേരി, അവിയൽ, കൂട്ടുകറി, സാമ്പാർ, ഇഞ്ചിപ്പുളി, മാങ്ങാ അച്ചാർ, ഏത്തയ്ക്ക ഉപ്പേരി, ശർക്കര വരട്ടി, പായസം തുടങ്ങിയവയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആകാശത്ത് വിളമ്പുന്ന വിഭവങ്ങൾ. കസവുകരയുടെ ഡിസൈനിൽ തയ്യാറാക്കിയ പ്രത്യേക പാക്കറ്റുകളിലാണ് ഓണസദ്യ യാത്രക്കാരുടെ കൈകളിൽ എത്തിക്കുന്നത്. ഓണസദ്യ കൂടാതെ ആവശ്യക്കാർക്ക് സസ്യ, മുട്ട, മാംസാഹാരവും ഷുഗർ ഫ്രീ ഭക്ഷണവും ലഭിക്കും. ഓണത്തിന് സദ്യ ഒരുക്കാൻ കുടുംബശ്രീയും. വാഴയിലയും പായസം ഉൾപ്പെടെ 20ഓളം വിഭവങ്ങളുമാണ് കുടുംബശ്രീ വനിതകൾ തയ്യാറാക്കുന്നത്. സദ്യയില്ലാത്ത ഓണം നമുക്ക് ചിന്തിക്കാനാവില്ല. എന്നാൽ സദ്യ വീട്ടിലൊരുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ഒരു പരിഹാരമാണ് കുടുംബശ്രീയുടെ ഓണസദ്യ. 14 ജില്ലകളിലായി 300ഓളം CDSകളുടെ നേതൃത്വത്തിലാണ് കുടുംബശ്രീ വനിതകൾ ഓണസദ്യ തയ്യാറാക്കുന്നത്. മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് വിഭവങ്ങൾ ഓണക്കാലത്ത് നിങ്ങളുടെ വീട്ടിലെത്തും. എന്നാൽ തിരുവോണ ദിവസം ഓണസദ്യ ലഭിക്കുമെങ്കിലും അന്ന് വീടുകളിൽ എത്തിക്കില്ല. വിഭവങ്ങളുടെ എണ്ണമനുസരിച്ച് 150 മുതൽ 300 രൂപ വരെയാണ് ഒരു ഓണസദ്യയുടെ നിരക്ക്. ഓരോ ജില്ലയിലെയും CDSകളിൽ ആവശ്യക്കാർക്ക് മുൻകൂട്ടി സദ്യ ഓർഡർ ചെയ്യാം. ബുക്ക് ചെയ്യാനായി കോൾ സെന്ററുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിമാനത്തിലെത്തുന്നവരും അല്ലാത്തവരുമായ ഭക്തർക്കായി ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള RGIA ക്രോസ് റോഡ്സിൽ നിന്ന് 20 മിനിറ്റ് വ്യത്യാസത്തിൽ ശ്രീശൈലത്തേക്ക് ബസ് സർവീസ് ആരംഭിച്ചു. വിമാനത്തിലെത്തുന്നവരാണെങ്കിൽ അവർക്ക് വിമാനത്താവളത്തിൽ നിന്നുള്ള പുഷ്പക് ബസ്സുകളിൽ കയറി RGIA ക്രോസ് റോഡിലെത്തി ശ്രീശൈലത്തേക്കുള്ള ബസ്സിൽ മാറിക്കയറാം. യാത്രക്കാർക്ക് tgsrtcbus.in എന്ന വെബ്സൈറ്റ് വഴി മുൻകൂട്ടി റിസർവേഷൻ നടത്താം. ബുക്ക് ചെയ്യുമ്പോൾ RGIA ക്രോസ് റോഡ് ബോർഡിംഗ് പോയിന്റായി തിരഞ്ഞെടുക്കണം. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് ഒക്ടോബർ 27-നും നവംബർ 26-നും ഇടയിൽ 18 ട്രെയിനുകൾ നഗരത്തിലെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. സെക്കന്ദരാബാദ് സിദ്ദിപെട്ട് റൂട്ടിലോടുന്ന 2 ട്രെയിനുകൾ മൽക്കജിഗിരി സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തും. പൂനെ സെക്കന്ദരാബാദ് റൂട്ടിലോടുന്ന ട്രെയിൻ നാംപള്ളി സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തും. സെക്കന്ദരാബാദ് സിൽച്ചാർ, സെക്കന്ദരാബാദ് ദർഭംഗ, സെക്കന്ദരാബാദ് യശ്വന്തപൂർ, സെക്കന്ദരാബാദ് അഗർത്തല, സെക്കന്ദരാബാദ് മുസാഫർപൂർ, ഹൈദരാബാദ് റാക്സോൾ എന്നീ ട്രെയിനുകൾ ചർലപ്പള്ളി സ്റ്റേഷനിൽ നിന്നായിരിക്കും സർവീസ് നടത്തുക. ഈ താൽക്കാലിക ക്രമീകരണങ്ങൾക്കനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്ന് യാത്രക്കാരോട് റെയിൽവേ അഭ്യർത്ഥിച്ചു. 1623 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി തെലങ്കാന മെഡിക്കൽ ഹെൽത്ത് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ്. ഇതിൽ 1616 ഒഴിവുകളും തെലങ്കാന വൈദ്യവിധാന പരിഷത്തിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും 7 ഒഴിവുകൾ തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആശുപത്രികളിലേക്കുമാണ്. സെപ്റ്റംബർ 8 മുതൽ 22 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ആവശ്യമുള്ളത് അനസ്തേഷ്യയിലേക്ക് 226, ഗൈനക്കോളജിയിൽ 247, പീഡിയാട്രിക്സിൽ 219, ജനറൽ മെഡിസിനിൽ 166, ജനറൽ സർജറിയിൽ 174, ഓർത്തോപീഡിക്സിൽ 89, ഒഫ്താൽമോളജിയിൽ 38, ENTയിൽ 54 എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മെഡിക്കൽ ഹെൽത്ത് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. തണൽ ഡക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.